കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സഹനത്തില് ഒത്തിരി ഫീൽ ചെയ്ത ഒരു സാധനം, ഞാനിപ്പോ എന്റെ സ്പിരിച്വൽ ഡയറിയിൽ എഴുതിയൊരു സാധനം ഞാനിപ്പോ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ വരികൾ ഞാൻ റെഡിൽ എഴുതിയിട്ട് എനിക്ക് ഒരു ദിവസം രാത്രി 2 മണിയായപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ ആ വരികളുടെ താഴെ എഴുതി വെച്ചത്. എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. അപ്പം കൂടുതലും ഞാൻ എഴുതുന്നത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതിക്കൊണ്ടാ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം എന്റെ അസുഖം റിലേറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് സഹനങ്ങളിൽ കൂടിയായി ഇപ്പൊ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾക്ക് അറിയാലോ, നന്മമരത്തില് നമ്മൾ പിള്ളേരുടെ കുഞ്ഞു നന്മമരെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാനും ഒക്കെ. അപ്പം എന്റെ അടുത്ത് ഈ ഇന്റർസെഷൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചേച്ചി എനിക്ക് പറ്റാത്ത സാഹചര്യമാണല്ലോ. കാരണം എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പൊ എന്റെ ബ്ലഡിൽ തൈറോയ്ഡ് ലെവൽ കൂടി നിൽക്കുന്നു. എനിക്കിവിടെ മെഡിസിൻ ആക്സസബിൾ അല്ല. അപ്പൊ എനിക്ക് എന്റെ ഇത് സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടക്കുമ്പോൾ വീഴുന്നു, മെമ്മറി ലോസ് ഉണ്ട്. അപ്പം എനിക്ക് നാട്ടിൽ നിന്ന് മെഡിസിൻ വന്നോ, ഞാൻ ഇത് എടുത്തു തുടങ്ങി എന്റെ ഫുള്ളി ഫങ്ഷൻ, എന്റെ ബോഡി ഫങ്ഷൻസ് എല്ലാം അങ്ങ് മൊത്തത്തിൽ ഉൾട്ടയായിപ്പോയി. എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ തിരിഞ്ഞു പോയി. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞാനിവിടെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാതെ കോളേജിൽ പോലും പോകാതെ ഇങ്ങനെ ഈ കഴിച്ചു കൂട്ടുന്ന ഒരു സമയം. അപ്പം ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല മോളെ, നീ നിന്റെ സഹനം നീ ഈശോയോട് ചേർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി ക്രൂശിത രൂപത്തിന് മുന്നിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, എന്റെ ഈ സഹനങ്ങള് ഞാൻ ആ കുഞ്ഞുങ്ങളുടെ പരിപാടിക്ക് വേണ്ടി ഞാൻ ചേർത്ത് വെക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കി, കിടന്നിട്ട് എണീറ്റ് നോക്കിയപ്പോ ഇങ്ങനെ ഷാരൻ ചേച്ചി പേരൻസിന്റെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ടിട്ട്. അപ്പം എന്ന് വെച്ചാ ഈ സഹനങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര ആനന്ദമാ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ സൺഡേ ഞാൻ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നത്, മിശായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണേ, മിശായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണേ. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ കുർബാനയിൽ അച്ഛൻ കാസയും പീലാസയും ഉയർത്തുന്ന സമയത്ത് ഞാൻ ഈശോയുടെ പീഡാനുഭവം എപ്പോഴും ധ്യാനിക്കുന്നത്. ഞാൻ എന്റെ പേഴ്സണൽ ഇന്റൻഷൻസ് ഒരിക്കലും വെക്കാറില്ല. ആ പീഡാനുഭവത്തിലൂടെ എനിക്ക് ദൈവത്തിന്റെ ഒരു സ്നേഹ അനുഭവവേദ്യം ആകണേന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പം ഒരു ഒരു ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി പൊക്കോണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞിട്ട്, എന്നാലും ഞാൻ ഏങ്ങലടിച്ച് അങ്ങ് കരയും. അത് തന്നെ ആത്മാവിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഉണ്ടല്ലോ, ഈ നമ്മള് ഫൗസ്റ്റീനാമ്മയുടെ പുസ്തകത്തിലും കൊച്ചുത്രേസ്യയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ ഈ ഈശോയുടെ ഒരു അവരായിട്ട് ആന്തരികമായിട്ട് ഈ ഒരു ഐക്യം ഉണ്ടാകുക എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടല്ലോ, അതിങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റും. അത് നമുക്ക് പറഞ്ഞാൽ അത് എന്താ പറയണ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലാത്ത. അതുപോലെ ഈ സഹനങ്ങൾ ആനന്ദത്തോടെ നമ്മള് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എന്റെ കയ്യിൽ ഫൗസ്റ്റീനാമ്മയുടെ ഡയറി ഉണ്ടേ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര സ്ഥാനത്തിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഈശോയോട് നന്ദി പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഡയറി തുറന്നു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയതാണ്, ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നത് ദാനങ്ങൾക്കും കൃപകൾക്കും വേണ്ടിയല്ല എന്ന് എനിക്കറിയാം. എന്റെ ഇഷ്ടമാണ് നിനക്കിപ്പോൾ ജീവനേക്കാൾ അഭികാമ്യം. അതുകൊണ്ടാണ് മറ്റൊരു സൃഷ്ടിയോടും അല്ലാത്ത വിധം നിന്നോട് ഗാഢമായി ഞാൻ ഐക്യപ്പെടുന്നത്. അപ്പൊ അത് വായിച്ചപ്പോഴൊക്കെ നമ്മുടെ ആത്മാവിൽ ഉണ്ടാവുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് നമുക്ക് അത് തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ സഹനങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം സന്തോഷത്തോടെ. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടണം എപ്പോഴും എപ്പോഴും. ഈശോയെ, എനിക്ക് അറിയത്തില്ല പ്രാർത്ഥിക്കാൻ, എന്നാലും നീ എന്റെ അടുത്തേക്ക് വന്നേ എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും നമ്മളുണ്ടല്ലോ എളിമപ്പെടുമ്പോ ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ഇതാണ് ആത്മീയ അഹങ്കാരം. കാരണം ചിലപ്പോ നമ്മൾ ഒരു ദിവസം 4 ജപമാല സമ്പൂർണ്ണ ജപമാല ചൊല്ലി കഴിയുമ്പോ ഞാൻ ഇന്ന് ഇത് ചെയ്തു. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് ഒരു രഹസ്യം ചെല്ലുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ആ രഹസ്യത്തിന് ശേഷം നമ്മൾ നന്ദി പറയും. ഈശോ, എനിക്കിത് ചെല്ലാൻ ഇന്ന് പറ്റിയില്ലോ ഈശോയെ, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അത്രയധികം നമ്മള് അമ്മയുടെ ആ ഒരു പുണ്യം, എളിമ എന്ന പരമപുണ്യം തരണം അമ്മ, അത് ഒരുപാട് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഉണ്ടല്ലോ, നമ്മള് ഈ ദേഷ്യമൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ഈ എളിമപ്പെടുന്ന സമയത്തുണ്ടല്ലോ, നമുക്കൊരു ആനന്ദം അനുഭവിക്കാൻ പറ്റും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് പറയുവാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ
അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഹസ്ബൻഡായിട്ട് വഴക്കുണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യം നമ്മളൊന്ന് അവിടെ ഒന്ന് എളിമപ്പെട്ട് നോക്കിയിട്ട് ഈശോയെ ഞാൻ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കുന്നതെന്ന് ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അതൊന്ന് അനുഭവിക്കാൻ പറ്റും. ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ സഹനങ്ങൾ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ടാസ്ക് കേട്ടോ. ആഹ് അതായത് ലൂക്കയുടെ സുവിശേഷത്തിന് പറയുന്നത് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ഈ വചനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ടാസ്ക്. അതായത് ആഹ് നമുക്ക് പരാതികൾ ഇല്ലാതിരിക്കുക. നമ്മൾ സഹനത്തെ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് പരാതികളില്ലാതെ അത് ഇത് നവംബർ മാസമാണ്. അപ്പം അത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുക. ഇതാണ് ഈ ആഴ്ചത്തെ ടാസ്ക്. അതായത് അത് എത്ര നമുക്കിപ്പോ ഇരിക്കുന്ന പോലെ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ അത്ര എളുപ്പമല്ല. പക്ഷെ ഒരുപാട് ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന ഒരു ടാസ്ക് ആണിത്. ഒരുപാട് ഫലങ്ങൾ കിട്ടും. ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് തന്നെ ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പം ഈ ആഴ്ചത്തിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയുവാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകള് പരാതികളില്ലാതെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, പരാതി പറയാതിരിക്കുക. എന്നിട്ട് ആ ഒരു സാഹചര്യത്തെ, ആ ഒരു വേദനയെ കർത്താവിന് സമർപ്പിച്ചിട്ട് അത് ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുക. സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹത്തോടെ സഹനത്തെ. നമ്മൾ ഫുള്ള് സഹനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആഴ്ച നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ടാസ്കും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും വരുന്ന നമുക്ക് ബുദ്ധിമുട്ടുകൾ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിങ്ങനെ കംപ്ലൈന്റ് ഇല്ലാതെ സ്വീകരിക്കുക. എന്നിട്ട് അത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക. കംപ്ലൈന്റ് ഇല്ലാതെ സ്വീകരിക്കുക, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക. അപ്പം ഈ ആഴ്ച നമ്മൾ അങ്ങനല്ലേ? അതൊന്ന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. കാരണം നമ്മളുണ്ടല്ലോ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കല്ലേ നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നേ. അതിൽ കൂടുതലും നമ്മൾ ആത്മീയ, അതായത് ആദ്യമേ നമ്മൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ആത്മീയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈശോയുടെ സ്നേഹം, അല്ലെ എളിമ അഭ്യസിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയാൻ എന്ന് വെച്ചാൽ നമ്മള് അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിങ്ങൾ സെക്കൻഡിലി വെക്ക്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഈ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈശോ, ഞാൻ ഇതുവരെ എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ എന്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് ചുരുങ്ങിപ്പോയി. കാരണം ഞാൻ ഇന്നേ വരെ, പക്ഷെ എന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ വൺ സൈഡ് എനിക്ക് സഹനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവം, അതർ സൈഡ് ദൈവം എന്നെ എനിക്ക് വേണ്ടത് ഈശോ അറിഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം. ശരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ഒരു നന്മ നിറഞ്ഞ പറയുമ്പോ നമ്മളുണ്ടല്ലോ ഹൃദയത്തിൽ തൊട്ട്, അതായത് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോ ചെല്ലുമ്പോ പെട്ടെന്ന് നമ്മൾ നെയിം സേക്കിന് വേണ്ടി ചെല്ലി തീർക്കാതെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഉണ്ടല്ലോ, ഭയങ്കര കൃപ കിട്ടും, ഭയങ്കര ഒരു അഭിഷേകം നമുക്ക് കിട്ടുവേ. ഒത്തിരി നല്ലതാ കേട്ടോ. ഇപ്പം മോള് പറഞ്ഞത് നമ്മൾ ഈശോനെ സ്നേഹിക്കുന്ന വേറെ ഒന്നിനും അല്ലല്ലോ. ഇപ്പം ഫസ്റ്റ് പുണ്യതോട് പറയുന്നത് ഇപ്പൊ എന്താ, ഓരോ ഗിഫ്റ്റോ കൃപകൾക്കോ വേണ്ടിയല്ല നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് അറിയാം ഇപ്പൊ. അതെന്ത് സൂപ്പർ അല്ലേ. അങ്ങനെ നമ്മളെ കുറിച്ചും ഈശോയ്ക്ക് പറയാൻ പറ്റുവാണെങ്കിൽ, ഈശോയ്ക്ക് നമ്മളെ കൗണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എന്ത് ചോദിച്ചു ഇപ്പൊ എന്താ നല്ലൊരു പ്രാർത്ഥനയല്ലേ. ഈശോയെ നീ തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനും നീ ചോദിക്കുന്നതെല്ലാം സന്തോഷത്തോടെ തരുവാനുള്ള ഒരു കൃപ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കെല്ലാം ഈശോയല്ലേ. അതുകൊണ്ട് ഈ മദർ തെരേസ പുണ്യവതിക്കാണെങ്കിൽ നമുക്ക് സാധാരണ സന്യാസ ജീവിത, അച്ഛൻ സലീഷനാണല്ലോ, സലീഷൻ സഭ. അതുപോലെ ഈ നമ്മൾ 3 വ്രതം എടുക്കില്ലേ, അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ഈ മദർ തെരേസയ്ക്ക് 4ാമത്തെ ഒരു വവ് ഉണ്ടായിരുന്നു, അതറിയാമോ? മദർ തെരേസ 4 വവ് എടുത്തു, 3 അല്ല 4 എടുത്തു. 4ാമത്തെ എന്താണെന്നറിയോ? അതിങ്ങനെയായിരുന്നു, ഈശോ ചോദിക്കുന്ന ഒന്നിനും ഞാൻ നോ പറയില്ല. അത് എന്തായാലും എന്റെ ഈശോ ചോദിക്കുന്ന ഒന്നിനും ഞാൻ നോ പറയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഈശോയ്ക്ക് അറിയാം ഞാൻ എന്റെ ഈ മോളോടെ, എന്റെ ഈ തെരേസയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവള് നോ പറയില്ല എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ. അപ്പൊ ഞാൻ ഗിഫ്റ്റ് തരുന്ന ഓർത്തല്ല സ്നേഹിക്കുന്നത്, എന്നെ ശരിക്കും വേറെ ഒന്നും പ്രതീക്ഷിച്ചല്ല സ്നേഹിക്കുന്നത്, എന്നോടുള്ള പ്യുവറായിട്ടുള്ള സ്നേഹം. ആ തലത്തിലേക്ക് നമ്മള് ഒന്നും വളരാൻ പഠിക്കണം നമ്മളെല്ലായിരുന്നു. അതെന്ത് അടിപൊളിയാ. നമ്മള് നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുമ്പം നമ്മൾ പരാതി പറയരുത് എന്നുള്ള സാധനം. അപ്പൊ ഈ സാധനം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം നമ്മൾക്ക് പരാതി പറയേണ്ടത് എപ്പോഴാണ്? പരാതി പറയേണ്ടത് ഇപ്പം ഞാൻ ജെന്യുവനായിട്ട് എനിക്ക് നീതി കിട്ടാതെ വരുമ്പോഴാണല്ലോ ഞാൻ പരാതി പറയുന്നത്. ഞാനിപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമ്പം എനിക്ക് ഇന്നത് കിട്ടിയില്ല, അല്ലെങ്കിൽ
കൂടുതലും ഇപ്പം എന്നാ ഈ ഒരു ഇൻസിഡന്റ് പറയുവാണെങ്കിൽ ഇപ്പൊ എന്നെ ആൾക്കാര് ചുമ്മാ കുറ്റപ്പെടുത്തുവാണ്. എന്റെ നീതി അവിടെ എന്ത് ചെയ്യുക, ബ്രേക്ക് ആവുകയാണല്ലേ. എന്നെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ കുറ്റപ്പെടുത്തുക. അപ്പൊ ഈ കുറ്റപ്പെടുത്തുമ്പം എന്റെ നീതി അവിടെ ബ്രേക്ക് ആവുക. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈശോടുത്ത് പറയും. ഈശോടുത്ത് പോയി പറയും. അയാളോട് പറഞ്ഞിട്ട് നമ്മൾ ഈശോട് പറയല്ലേ, ഞാൻ കറക്റ്റ് ആണല്ലോ ചെയ്തത്, എന്നിട്ട് അയാൾ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് ആ ഒരു ടൈമിലാണല്ലോ നമ്മള് നീതി ബ്രേക്ക് ആവുന്ന സമയത്ത്. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പരാതി പറയരുത് അല്ലെ. ആ ഒരു സാധനം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ എന്താ അറിയോ, ഈ നമുക്ക് ഉള്ള എല്ലാ പ്രോബ്ലമും കൂടെ അങ്ങ് വരും. എന്ന് വെച്ചാൽ ഇനിയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കൂടുതലും ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തും. കൂടുതൽ ആൾക്കാർ നമ്മുടെ നീതി ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈശോയോട് പരാതി പറയുന്ന സമയങ്ങൾ വരും. ഇങ്ങനെയുള്ള സമയം കൂടുതൽ സിറ്റുവേഷൻസ് നമുക്ക് തരുവേ, നമ്മൾ എന്തുമാത്രം അതിനോട് വിശ്വസ്തനാണ് എന്ന് കാണിക്കാനേ. അപ്പം ഈ ഒരു സമയത്ത് അപ്പോഴാണ് നമ്മൾ പരാതി പറയരുത്. അപ്പൊ പരാതി പറയാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്താ? ഒരു സൊല്യൂഷൻ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമ്പം ശരിക്കും നമ്മള് കർത്താവ് ഉണ്ടല്ലോ, കർത്താവിനെ ഈശോ ഇങ്ങനെ അവിടെ കുറ്റം വിധിക്കപ്പെടുന്ന സമയത്ത് ഈശോ അവിടെ ചെയ്തതിനൊന്നും അല്ല ഈശോ കുറ്റം വിധിക്കപ്പെട്ടെ, അല്ലെ? ഈശോ ചെയ്തതിനൊന്നും അല്ല ഈശോ കുറ്റം ചെയ്യാത്ത കാര്യത്തില എല്ലാം ഈശോയുടെ നീതി ഇങ്ങനെ ഈശോ ചെയ്തതിനെല്ലാം ഈശോ ഭയങ്കരമായിട്ട് സ്നേഹിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തത്. അപ്പം പക്ഷെ ഇതിനെല്ലാം എതിരായിട്ടാണ് ആൾക്കാർ കുറ്റപ്പെടുത്തിയത്. അപ്പം കൂടുതല് ആ ഒരു സാധനം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്ന നമ്മളെങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പം നമ്മള് ഈശോ ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ ഈശോ എന്ത് ചെയ്തു നോക്കാൻ, ഈശോ എന്നായിരിക്കും താനും വരുന്ന സമയത്ത് ഈശോ എന്നായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ സാധനം നമ്മൾ ചിന്തിച്ചാലേ, അപ്പൊ ഞാൻ ഈശോയുടെ സ്ഥാനത്താണ്, കൊള്ളാലോ എനിക്ക് കുറ്റപ്പെടുത്തൽ വരുന്നുണ്ടല്ലോ, എനിക്ക് ഈശോയുടെ സ്ഥാനം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷം ഉണ്ടാവുകയാണോ ചെയ്യുന്നത്? അത് ഞാൻ ഈശോയുടെ പരാതി പറയുവാണോ? അപ്പം നമ്മൾ ആ സന്തോഷം ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ അതേ സ്ഥാനം തന്നെ എനിക്ക് കിട്ടുവാണല്ലോ, അപ്പൊ ഞാൻ സന്തോഷിക്കണമല്ലോ. അതിനാണല്ലോ എന്റെ സ്നേഹവും വിശ്വസ്തതയും ഇരിക്കുന്നത്. അപ്പം ഈ സാധനം ഓക്കെ, അപ്പം ഈ സാധനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് നോക്കാവേ.